അറസ്റ്റിലായ പുല്ലിശ്ശേരി കല്ലടി മുഹമ്മദ് അഷ്റഫിന്റെ ആരോപണത്തിന് മറുപടിയുമായി CPM പ്രാദേശിക നേതാക്കൾ. കഴിഞ്ഞ ദിവസമാണ് PK ശശി വിവാദത്തിന് പിന്നാലെ CPM ഓഫീസിലേക്ക് മുഹമ്മദ് അഷ്റഫ് പടക്കമെറിഞ്ഞത്. ആൾക്ക് തന്നെ ആരോപണം തെളിയിക്കാമല്ലോ. അയാൾ പറയുന്നത് KTDCയുടെ ആഹാർ അവിടെ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ച് അതിനുശേഷം ഒരു വണ്ടിയിലിരുന്ന് മൻസൂറും ശ്രീരാജും അയാളും കൂടി ഇരുന്നുണ്ടായ സംഭാഷണ മധ്യത്തിൽ ഞങ്ങൾ അയാളെ വെല്ലുവിളിക്കുകയും അതിൻ്റെ ഭാഗമായി പടക്കം വാങ്ങിക്കൊടുത്ത് പൊട്ടിക്കുകയും ചെയ്തു എന്നാണല്ലോ അയാളുടെ വാദം. അത് തെളിയിക്കാൻ വളരെ സിമ്പിളാണല്ലോ. ഈ KTDCയുടെ ആഹാർ ഹോട്ടലും പരിസര പ്രദേശങ്ങളിലൊക്കെ CCTV ഉണ്ട്. അയാൾ പറയുന്ന സമയത്ത് ആ CCTV ദൃശ്യങ്ങളിൽ ഞാനും മൻസൂറും അയാളുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ അയാളെ KTDCയുടെ ആഹാർ റെസ്റ്റോറൻറ്റിൻ്റെയോ ഇതിൻ്റെയോ ഭാഗമായിട്ട് ആ ദിവസം കണ്ടിട്ടേ ഇല്ല. പാർട്ടി ഓഫീസിൻ്റെ പരിസരത്ത് വെച്ച് ഞാൻ അയാളെ കണ്ടിട്ട്, മൻസൂർ അയാളെ കണ്ടിട്ടുമില്ല. ഇനി അതല്ല, ഞാനും മൻസൂറും അയാളും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ 3 പേരും ഒരേ സമയത്ത് ഒരേ ടവറിൻ്റെ ലൊക്കേഷൻ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കാം. വളരെ ശാസ്ത്രീയമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ ഇതൊക്കെ തെളിയിക്കാം. പക്ഷേ ആ അയാളുടെ വെളിപ്പെടുത്തൽ നിങ്ങളൊന്ന് നോക്കൂ. അയാൾ ഇറങ്ങി വന്ന് വളരെ വിക്കി എഴുതി കൊടുത്ത സാധനം കാണാതെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അത് അയാളങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ അയാൾ പെട്ട ഒരു പ്രയാസം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. CPM തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഗൂഢാലോചനയ്ക്ക് ഒരു ടൂളായിട്ട് അയാൾ മാറി എന്നത് മാത്രമേ. അറസ്റ്റിലായ മുഹമ്മദ് അഷ്റഫ് പറയുന്നത് പോലെ മൻസൂർ, ശ്രീരാഗം എന്നിവർ പറഞ്ഞാണ് പടക്കമെറിഞ്ഞതെങ്കിൽ ഞങ്ങൾ 3 പേരുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണമെന്ന് ശ്രീരാഗ് പറഞ്ഞു. KTDC റെസ്റ്റോറന്റിൽ നിന്നാണ് ഞങ്ങൾ വെല്ലുവിളിച്ചത് എന്നാണ് പ്രതി നൽകിയ മൊഴി. എന്നാൽ അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും ആരോപണം തെറ്റാണെന്നും ശ്രീരാഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ മറ്റു ഗൂഢ ഉദ്ദേശങ്ങളാണെന്നും പ്രാദേശിക നേതാക്കളെ വലിച്ചിഴച്ച പ്രശ്നം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നതെന്നും മൻസൂറും പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് PK ശശി വിവാദത്തിന് പിന്നാലെ CPM ഓഫീസിലേക്ക് മുഹമ്മദ് അഷ്റഫ് പടക്കമെറിഞ്ഞത്. തുടർന്ന് ഇന്നലെയോടുകൂടി അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഞാൻ ഏതാണ്ട് അവനെ കണ്ടിട്ട് 2 വർഷത്തോളമായി, അഷ്റഫിനെ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ മിനിഞ്ഞാന്ന് ആ ഉദ്ഘാടനത്തെ സമയത്താണ് നമ്മൾ കാണുന്നത് ഈ ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്തൊരു കണ്ടു അങ്ങനെ പോകുന്നു, സംസാരിച്ചതേ ഇല്ല. പക്ഷേ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതെല്ലാം ആളുകൾക്കും വളരെ കൃത്യമായിട്ടറിയാം. കാരണം ഇതിനു മുൻപ് സമാനമായൊരു വിഷയം മണ്ണാർക്കാട് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കെതിരായിട്ടുള്ളൊരു അക്രമവും എനിക്കെതിരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് ഒരുത്തൻ ഇതുപോലെ കള്ളു കുടിച്ച് വീടിൻ്റെ മുൻവശത്ത് നിന്ന് താഴോട്ട് വീഴുന്നു. ആ വീണ സമയത്ത് കുടുംബവുമായി അയാൾ മദർ കെയർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നു. അതിനുശേഷം രാവിലെ ഈ വിവരം അറിയുന്നു. അപ്പോൾ ചില ആളുകൾ ഇവനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു മൻസൂർ ഗുണ്ടകളെ വിട്ടുകൊണ്ടാണ് അക്രമം നടത്തിയിട്ടുള്ളത് എന്ന്. അങ്ങനെ പോലീസ് അവിടെ എത്തുന്നു, പോലീസ് FIR ഇടുന്നു. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ CCTV നോക്കുമ്പോഴാണ് അവൻ വീടിൻ്റെ മുകളിൽ നിന്ന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് കള്ളു കുടിച്ച് വീഴുന്ന ഒരു സംഭവം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സംഭവം നടന്ന സമയത്ത് എല്ലാം നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നും എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇനിയും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മണ്ണാർക്കാട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ തകരുന്ന പാർട്ടിയല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പടക്കം വാങ്ങി കൊടുക്കുന്നു. ഇത് പറയുമ്പോൾ വല്ലതും വേണ്ടതില്ലേ? അപ്പോൾ ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾക്ക് ചില ആളുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഈ സമയത്ത് വിശ്വസിക്കുന്നതാണ്. ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ